വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെയാണ്. നമസ്കാരം. ജപ്തിയുമായി ബന്ധപ്പെട്ടതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ധാരാളം കോളുകളാണ് അത് കഴിഞ്ഞ് വന്നത്. അത്രയും കോളുകൾ വന്നപ്പോൾ ചുറ്റും ഒന്ന് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ധാരാളം വീടുകൾ വിൽക്കാൻ വെച്ചേക്കണം. മിക്കവാറും വീടുകളൊക്കെ സഹകരണ ബാങ്കിലൊക്കെയാണ് വെച്ചേക്കണേ. മറ്റ് ബാങ്കുകളിലൊക്കെ, അതായത് നാഷണലൈസ്ഡ് ബാങ്കുകളിലൊക്കെ വെച്ചിട്ടുള്ളത് കുറവാണ്. പക്ഷെ സഹകരണ ബാങ്കുകളിൽ വെച്ചിട്ടുള്ളതാണ് കൂടുതൽ. അതാകട്ടെ ഒരു 5 സെന്റോ 6 സെന്റോ 10 സെന്റോ ഒക്കെ ഉള്ള കുറച്ച് മാത്രം സ്ഥലമുള്ള ഒരു വീടുള്ള പ്രോപ്പർട്ടി അപ്പാടെ ബാങ്കിൽ നിൽക്കുകയാണ്, ജപ്തിയിലേക്ക് എത്തി നിൽക്കുകയാണ്. ജപ്തിക്ക് മുമ്പേ അത് വിറ്റുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതി വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ പാലക്കാടും അതുപോലെ ഇപ്പോൾ മലപ്പുറത്തും എത്തിയിട്ടുണ്ട്. മറ്റു പല ജില്ലകളിലും കണ്ണൂരൊക്കെ അത് കണ്ടു. നിരവധി വീഡിയോകൾ അത് സംബന്ധിച്ച് ഞാൻ ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇന്നലെ തോമസ് കെ തോമസ് കുട്ടനാട് അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യം വേറെ വന്നിരുന്നു. ചോദ്യത്തിന് മറുപടിയായി VN വാസവൻ മറുപടി പറഞ്ഞിരുന്നു. പക്ഷേ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ വളരെ വ്യക്തമായി അതിനൊരു മറുപടി സഭയിൽ തന്നത് സത്യത്തിൽ കേരളത്തിൽ ഒരു വലിയൊരു വിഭാഗത്തിന് ഒരു ആശ്വാസമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഈ വീടാണ് ബാങ്കിൽ ഈട് വെച്ചിട്ടുള്ളതെങ്കിൽ വേറെ സ്ഥലമില്ല, വാടകയ്ക്കോ മറ്റോ പോകാൻ നിവൃത്തിയില്ല, അത്തരത്തിലുള്ള ആൾക്കാരെ ഈ സഹകരണ മേഖലയിലുള്ള സ്ഥാപനങ്ങളിൽ വീടും സ്ഥലവും ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ജപ്തി ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ശക്തമായി കൊടുക്കുമെന്ന്, സഹകരണ മേഖലയിലേക്ക് കൊടുക്കുമെന്ന് നിയമസഭയിൽ പറഞ്ഞിരുന്നു. എനിക്ക് ഇവിടെ പറയാനുള്ളത് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ ആഗ്രഹമാണ്. അതിൽ സാധാരണക്കാരായ ഒട്ടനവധി പേർക്ക് ഇത് വാക്കാൽ നിയമസഭയിൽ പറഞ്ഞാൽ പോരാ, കൃത്യമായി നിർദ്ദേശം കൊടുക്കണം. അതിന് എന്തെങ്കിലും ബില്ല് പാസ്സാക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അത് പാസ്സാക്കുകയും വേണം. പാസ്സാക്കി പ്രതിപക്ഷം എതിരെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് തവണകളായിട്ട് വീണ്ടും അടയ്ക്കാനോ അല്ലെങ്കിൽ ഗവൺമെന്റ് മേഖലയിൽ നിന്നും എന്തെങ്കിലും ആനുകൂല്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട് അത്തരത്തിൽ നിവൃത്തിയില്ലാതെ കിടക്കുന്ന സാധാരണക്കാർ, പാവപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. അവരുടെ വീട് ജപ്തിയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം. അതിന് ഒരു നടപടി തന്നെ ഉണ്ടാകണമെന്നാണ്. ശുപാർശ കൊടുത്തിട്ട് കാര്യമില്ല. ബാങ്കുകൾക്ക് വിവേചന അധികാരമുണ്ട്. നമ്മൾ ശുപാർശ കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് വിചാരിക്കുകയാണ് ഞങ്ങൾക്കത് ജപ്തി ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ സർക്കാരിനൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ആ സാഹചര്യത്തിൽ കേവലം നിർദ്ദേശത്തിലുപരി നിയമം മൂലം നമ്മുടെ കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ സാധിച്ചാൽ ഒത്തിരി ജീവൻ രക്ഷപ്പെടുത്താൻ സാധിക്കും. ധാരാളം ആത്മഹത്യകൾ, കുട്ടനാട് കഴിഞ്ഞ ദിവസം ഒരാൾ ആത്മഹത്യ ചെയ്തു. പിന്നെ ഒത്തിരി പേർ ഇത് സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യാൻ അതിനുപോലും നിവൃത്തിയില്ലാതെ നിൽക്കുന്ന കുറച്ച് പേർ ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും മാസങ്ങളിൽ വലിയ ആത്മഹത്യകൾ നടക്കാൻ പോവുകയാണ് ഇവിടെ. അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാൻ കാത്തു നിൽക്കാതെ അതിപ്പോഴേ തന്നെ ഒരാൾ ആത്മഹത്യ ചെയ്ത ഒരു സാഹചര്യത്തിൽ തോമസ് കെ തോമസിന്റെ ആ ഒരു ചോദ്യത്തിന് മറുപടിയായി പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് വളരെ ആശ്വാസമാണ്. VN വാസവനും വളരെ പോസിറ്റീവായി തന്നെ അത് പ്രതികരിച്ചിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയുടെ ഈ ഒരു ആവശ്യം പ്രതിപക്ഷ അംഗങ്ങൾ ഒന്ന് സഹകരിച്ചുകൊണ്ട് ഒരു ബില്ലായി നിയമസഭയിൽ ഒന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. നേരത്തെ തന്നെ സഖാവ് പിണറായി വിജയൻ ജപ്തിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അതൊന്നും നടപ്പിലായിരുന്നില്ല. അതൊക്കെ നടപ്പിലായി കഴിഞ്ഞാൽ ഒരുപക്ഷെ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയിൽ സാധാരണക്കാരുടെ ഇടയിൽ ഒരു വലിയൊരു കുതിച്ചാട്ടം ഉണ്ടാവും, അല്ലെങ്കിൽ വലിയൊരു ആശ്വാസമെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത്തരം ആശ്വാസങ്ങൾക്ക് ഇത്തരം പ്രഖ്യാപനങ്ങൾ നല്ലതാണ്, ഒരു ആശ്വാസമാണ്. ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം ഈ ജപ്തിയുമായി ബന്ധപ്പെട്ടിട്ട് നേരത്തെ വീഡിയോ ചെയ്ത പലർക്കും എന്നെ അറിയാവുന്നതുകൊണ്ട് അവർ വിളിച്ചു. മുഖ്യമന്ത്രി നിയമസഭയിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്, അത് വെറുതെയാണോ, അത് എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വാസ്തവം ഉണ്ടാകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം കേരള സർക്കാരിന്റെ പരിധിയിലുള്ളതാണല്ലോ. അപ്പോൾ സഹകരണ മേഖലയിൽ തീർച്ചയായും, പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇവിടെ എനിക്ക് തോന്നുന്നത് CPM തന്നെയാണ് സഹകരണ മേഖലയിലുള്ള മിക്ക ബാങ്കുകളുടെയും ചുമതല വഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺഗ്രസും ഉണ്ട്. പക്ഷെ ആരായിരുന്നാലും കിടപ്പാടം ജപ്തി ചെയ്തുകൊണ്ട് വായ്പാ തുക പിടിച്ചെടുക്കുന്ന ആ ഒരു രീതി അത് ഒഴിവാക്കിയാൽ വലിയൊരു ഭാഗത്തിന് ഒരു ആശ്വാസമായിരിക്കും. മറ്റു പ്രോപ്പർട്ടി അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ അവർ പിടിച്ചെടുത്തോട്ടെ, കുഴപ്പമില്ല. അവർക്ക് കിടപ്പാടം ഒഴിവാക്കി മറ്റു ഭാഗങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് അവർക്ക് അവരുടെ പണം ഈടാക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ കിടപ്പാടം അത് നിർബന്ധമാണ്. അത് നഷ്ടപ്പെടുന്ന ദുഃഖമാണ് പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നത്. അത് തടയിടാൻ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന മാത്രം പോരാ. നിയമനിർമ്മാണം ആവശ്യമെങ്കിൽ ഏതെങ്കിലുമൊക്കെ ബില്ലുകൾ പാസ്സാക്കേണ്ടി വന്നാൽ അത് പ്രതിപക്ഷവുമായി ചേർന്ന് എല്ലാവരും കൂടി ചേർന്നിട്ട് എത്ര പെട്ടെന്ന് ചെയ്യണം.
ഇല്ലെങ്കിൽ അധികം വൈകാതെ വലിയ ആത്മഹത്യയായിരിക്കും നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സർ, ഈ സർഫാസി ആക്ടിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ്. ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നതാണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട്. അതിൻ്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം, വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല. അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ ഉള്ള ആൾക്കാർക്ക് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. ആ നില സഹകരണ മേഖലയാകെ സ്വീകരിച്ച് പോകണമെന്ന് നേരത്തെ കണ്ടതാണ്. അത് കർശനമായി പാലിക്കാൻ എല്ലാ സഹകരണ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം പൊതുവെ കൊടുക്കുന്നതാണ്. Different angles. Don't forget to subscribe and support this channel.